നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ കശുവണ്ടി ഫാക്ടറിയുടെ ഒരു പാർട്ട്ണറായിരുന്ന ഒരാളുടെ മകനാണ്. അപ്പോൾ ചോദിക്കാം നമുക്ക്, ഒരുപാട് ഈ ഗ്രാമത്തിന്റെ തന്നെ അന്നമായിരുന്ന ഈ കശുവണ്ടി ഫാക്ടറി അടയ്ക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇത് കമ്പനി 76-ൽ ലൈസൻസ് കിട്ടിയാണ്, 1976-ൽ. അതിനുശേഷം ഒരു 2-3 വർഷമൊക്കെ കമ്പനി നല്ല രീതിയിൽ 500 തൊഴിലാളികളുടെ ലൈസൻസ് ഉള്ളൊരു കമ്പനിയാണ്. 500 തൊഴിലാളികളുടെ. ഇതൊരു രാജ്യത്ത് SC/ST ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കമ്പനിയുണ്ട്, വേറെ കമ്പനി ഇല്ല. അങ്ങനെയാണ് 76-ൽ ഈ ലൈസൻസ് ഇവിടെ കിട്ടുന്നത്. ഇന്ത്യക്കകത്ത് SC/ST കമ്പനി, ഇത് SC കമ്പനിയാണ്. 76-ൽ കിട്ടിയ ഒരു 2-3 വർഷം കൊണ്ട് തുടർന്ന് 500-ൽ പരം തൊഴിലാളി ലൈസൻസ് ഉണ്ടെങ്കിൽ 500 തൊഴിലാളികളുടെക്കാളും കൂടുതൽ തൊഴിലാളി ഇതിനകത്ത് ഉണ്ട്. പല ചിറങ്ങര താലൂക്കിന്റെ പല മേഖലകളിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ചെറിയ ഈ പാർട്ട്ണർഷിപ്പുകാർ ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ആ ഡിസ്പ്യൂട്ട് പിന്നെ അത് കേസിലേക്ക് പോയി. സിവിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് വർഷങ്ങളോളം നടക്കായിരുന്നു. അങ്ങനെ 82-ലാണ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ. 82-ലാണ് കമ്പനി ആറ്റിങ്ങൽ മുനിസിപ്പൽ കോടതി ഒരു രാഘവൻ എന്ന് പറഞ്ഞൊരു ലൈസൻസി എന്ന് പറഞ്ഞൊരു കക്ഷി, 2 ലൈസൻസി ഉണ്ട്, എൻ്റെ അച്ഛനും രാഘവനും കൂടി. അല്ലെങ്കിൽ രാഘവനെ കമ്പനി റിസീവറായിട്ട് പോസ്റ്റ് ചെയ്തു. റിസീവറായിട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പുള്ളി റിസീവറൊക്കെ ഭരണം വരുന്നത്. ആ റിസീവർ ഭരണം അതൊരു 10-20 വർഷത്തോളം തുടർന്ന് പോയ എൻ്റെ കമ്പനിയിൽ പോകുന്ന കൂട്ടത്തിലാണ് 2013-ലാണെന്ന് എനിക്ക് തോന്നുന്നു, സംശയം പെട്ടോ, അത് ക്ലിയർ ആണെന്ന് എനിക്കത് അറിയാം. 2013-ൽ അതിൽ എൻ്റെ ചേച്ചി റിസീവറായിട്ട് മുനിസിപ്പൽ കോടതി പോസ്റ്റ് ചെയ്തു. അതിനുശേഷം 2 വർഷം കമ്പനി നടത്തി വന്ന് പിന്നെ കമ്പനി നടക്കാൻ സാധനങ്ങളുടെ വില, തോട്ടണ്ടി വില കൂടുതലും പരിപ്പിന് വില കുറവും അങ്ങനെ വന്നപ്പോൾ കമ്പനി തുറന്ന് നടത്താൻ മുതലാളിമാരും താല്പര്യപ്പെടുന്നില്ല. 500 തൊഴിലാളികളുടെ ലൈസൻസാണിത്. കമ്പനി ഇവിടെ 100-ൽ പരം ഇപ്പോഴും തന്നെ ഇവിടെ ധാരാളം ആൾക്കാർ പണി ചെയ്യുന്നവരുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി കൊടുക്കാറുണ്ട്. അങ്ങനെ നടത്തിക്കൊണ്ടുവന്ന കമ്പനിയാണ്. ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. അതിനകത്ത് സാമ്പത്തിക ഞെരുക്കങ്ങളാണ് പ്രശ്നം. ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കമ്പനി. അപ്പോൾ ഇനി അത് പണിഞ്ഞ് ഇറക്കണമെങ്കിൽ സാമ്പത്തിക വിഷയമാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇത് നമ്മുടെ കശുവണ്ടി ഫാക്ടറി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നല്ല ജോലിയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരുപാടും നമ്മളെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവർക്കൊരു ഉപജീവന മാർഗം കൂടെ ആയിരുന്നു. ഇപ്പൊ ഇത് ഇല്ലാതായ സമയം തൊട്ട് ഇവിടെ ഒരുപാട് കഷ്ടതകളും എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് കേസായിട്ട് നടന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇത് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇത് SC വാർഡാണ്. SC-കാർക്കുള്ള ഒരു ആ കമ്പനിയും കൂടെ അങ്ങനെ ഉള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഈ വാർഡിലെ നമ്മളെ മഹിളാ മോർച്ച BJP-യുടെ മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റാണ്. അപ്പൊ ഇത് നമുക്കിപ്പോ നേരിട്ട് നമ്മളെ മന്ത്രിയുടെ അടുത്തേ നമുക്ക് പരാതി പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു പര്യടനത്തിന് വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാരും കൂടെ, നമ്മളിവിടെയുള്ള സാധാരണപ്പെട്ട അമ്മമാരെല്ലാരും കൂടെയാണ് പരാതികൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ പരാതി വേറെ ഒന്നായിട്ടല്ല, ഒരു ജോലി. ഒരുപാട് പേർക്ക് ഇവിടെ ഇപ്പം കടം, കാരണം അന്നൊക്കെ ഈ കശുവണ്ടി ഫാക്ടറിയും കയറ് അങ്ങനെയുള്ള ആ ഒരു സംഭവമൊക്കെ ഉള്ള സമയത്തൊന്നും അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത്രയും വളരെ ബുദ്ധിമുട്ടാണ് കശുവണ്ടി ഫാക്ടറി. ഇത് നമുക്ക് കോട്ട അനുവദിച്ച് കിട്ടിയ ഒരു കമ്പനിയും കൂടെയാണ് നമ്മുടെ ഈ കശുവണ്ടി കുറക്കട അംബേദ്കർ കശുവണ്ടി ഫാക്ടറി എന്ന് പറയുന്നത്. ഇതിപ്പം ഒരു 10-15 വർഷത്തോളം ഇപ്പൊ ഇത് അടച്ചുപൂട്ടിയിട്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇത് പിന്നെ ഓരോ മഴ വന്ന സമയത്ത് ഓരോ ഭാഗം ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പുകക്കുഴലൊക്കെ പോകുന്ന ആ സ്ഥലത്ത്. പക്ഷെ ഇതിന്റെ അകത്ത് തന്നെ പിള്ളേരെന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെ വരുന്ന പിള്ളേരല്ല, ഇതിനകത്ത് അവർക്ക് വേറൊരു ബിസിനസ്സും കൂടെ നടത്തുന്ന ഒരു ഇതും കൂടെ ആയിക്കഴിഞ്ഞു. അതായത് അവരിതിനകത്താണ് മറ്റുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം എക്സൈസ് തന്നെ വന്ന് കയറിയിട്ടുണ്ട്. അവര് വന്ന് കയറി ഇതിനകത്ത് പിള്ളേരെ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ അങ്ങനെ ആയ സമയത്ത് നമുക്കത് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവരെന്നും അത് മാറ്റി നല്ല ഒരു പിള്ളേരെ നല്ല ഒരു ഇതാക്കി കൊണ്ടുവരണം. അവർക്ക് പിന്നെ നമ്മളെ അമ്മമാർക്ക് നമുക്കൊക്കെ ഒരു ജോലിക്ക് വേണ്ടി അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഇത് കേട്ടു. കാരണം ജപ്തിയിലേക്ക് വരെ കടന്ന ഒരു സാഹചര്യം, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട്. പിന്നെന്ന് പറയാൻ നമ്മളെ കിഴുവിലം സർവീസ് സഹകരണ ബാങ്കിലാണ് ഇവിടെ ഒരുപാട് പേരും ഒരിടങ്ങൾ കൊണ്ടുവന്ന് ലോൺ വെച്ചിരിക്കുന്നത്. അത് കൂടുതലെന്ന് പറഞ്ഞാൽ 5 സെന്റ് വരെ നമ്മൾ ഇതിനകത്തുള്ള ആൾക്കാർക്കുള്ളൂ വസ്തുക്കൾ. അപ്പൊ ആ വസ്തുക്കൾ അവരുടെ മക്കളെ ആവശ്യത്തിന്, വിവാഹ ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്, വീടുകൾ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, പിള്ളേരെ പഠിത്തത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു. കുറച്ച് പൈസ അടച്ച്, പക്ഷെ എങ്കിലും അത് അടച്ചെങ്കിലും പിന്നെ അവരെ കൊണ്ട് അത് അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം കൂടുതലും ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ അടയ്ക്കാൻ പോലും പറ്റാതായത്.
അപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും ഇളവ് ചെയ്തു തരണം. കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോയി വെക്കുന്ന ലോൺ എന്ന് പറയുന്നത് നമുക്കൊക്കെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് ഓയിലായിട്ടാണ് കൊടുക്കുന്നത്. വസ്തുക്കൾ തോനെയുള്ളതും ലക്ഷക്കണക്കിന് എടുക്കുന്ന ആൾക്കാർക്ക് അവിടെ കാർഷിക ലോണായിട്ടാണ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ കൊടുക്കുന്നത്. അപ്പൊ ആ ലോണ് അവരിപ്പം ഏകദേശം പേർക്ക് അത് എഴുതി തള്ളിക്കഴിഞ്ഞു. കാർഷിക ലോണായിട്ടുള്ളത് എല്ലാം എഴുതി തള്ളി, ഓയിലായിട്ടുള്ളതെല്ലാം ഈ ഭാഗത്ത് മൊത്തത്തിൽ ജപ്തി നടപടിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സഹായം കൂടെ വേണ്ടിയാണ് നമ്മൾ മന്ത്രിയെ നേരിട്ട് കണ്ട് നമ്മളവിടെ നിവേദനം കൊടുത്തത്. ഇവിടെ അതിനകത്ത് ആരും വന്നിട്ടില്ല. ഈ ഇപ്പൊ തന്നെ നമ്മളെ കഴിഞ്ഞ MP അടൂർ പ്രകാശ് അന്ന് കണ്ടത് തന്നെ, പിന്നെ അതിനുശേഷം ഇതിനകത്ത് നമ്മളാരും കണ്ടിട്ടില്ല. ഇതിനകത്തുനിന്നല്ല അല്ലാതെ തന്നെ ഇവിടെ ആരും കണ്ടിട്ടുമില്ല. ഇതിനകം എങ്ങനെയാണെന്ന് പോലും വന്ന് കണ്ടിട്ടില്ല. പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പരാതി അവരെ ഭരണമാണ് സൊസൈറ്റി മൊത്തം. അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്തൊന്നും പരാതി പറയാനും പറ്റില്ല. അന്ന് ഇവിടെ നിന്ന് ഒരുപാട് പേര് ഈ ലോൺ എഴുതി തള്ളുമെന്നും പറഞ്ഞുകൊണ്ട് ആനയേറെപ്പോയായിരുന്നു. അവിടെ ചെന്ന് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് സൊസൈറ്റിയിലെ പ്രസിഡന്റ് തന്നെ പറഞ്ഞ് അത് അടച്ചു കൊടുത്തേ പറ്റൂ. അടച്ചു കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ പൈസകൾ എടുത്തിട്ട് നിങ്ങൾ ചാടയും പുളിയും അടിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുവരെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വിട്ടു. അപ്പൊ അവര് വന്ന് നമ്മളടുത്ത് പറയണ ചെയ്തത്. കാരണം അവർ ഈ രണ്ട് പാർട്ടിക്കാരുടെ അടുത്ത് പറഞ്ഞാലും അത് കേൾക്കൂല എന്നുള്ള ഉറപ്പായോണ്ടാണ് അവര് നമ്മളവിടെ വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ നമ്മളത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ മന്ത്രി നേരിട്ട് ഇവിടെ വരും, നമുക്ക് മന്ത്രിനെ നേരിട്ട് നമുക്ക് കൊടുക്കണം എന്നുള്ളതിലാണ് നമ്മൾ അന്ന് അങ്ങനെ ചെയ്തത്. ആൾക്കൊന്നുമില്ലായിരുന്നു, എല്ലാത്ത ജോലിക്കായിരുന്നു. നമ്മൾ വേറെ വലിയ ജോലിക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ 50 രൂപ വില ആവട്ടെ നമുക്ക് വന്നത് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഏറ്റവും നല്ലത് ഇത് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പുരോഗമിച്ച് കിട്ടിയെങ്കിൽ എന്ന് നമ്മളീ മനസ്സിലുണ്ട്. കാര്യം നമ്മൾ ഇങ്ങനെ രോഗങ്ങളും പിടിച്ച് കുറെ കുളികളും വാരി തിന്നൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ വെളിയിൽ ഇറങ്ങിപ്പോ ഒരു ജോലി ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇതാകുമ്പോ നമുക്ക് വന്ന് കാല് നീട്ടിയിരുന്നോ എങ്ങനെയെങ്കിലും ഒക്കെ ഇരുന്നോ കിടന്നോ ഒക്കെ 50 രൂപ കിട്ടിയാൽ അത്രയായില്ലേ, അത് നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞുള്ള മനസ്സ് നമുക്കുണ്ട്. എന്നും എപ്പോഴും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോകാനെ സർക്കാരായിട്ട് എടുത്ത് ചെയ്തെങ്കിൽ എന്നാണ് നമ്മളെ മനസ്സ് ഇതിലുള്ളത്. നമ്മൾക്ക് ജോലി വരുമാനം അങ്ങനെ ഒന്നുമില്ല. നമ്മളിതുകൊണ്ട് കുറെ കാലം നമ്മളിതുകൊണ്ട് നമ്മൾ ജീവിച്ചതാണ്. പിന്നെ ഇപ്പം ഇതും കൂടെ ഇല്ലാതായപ്പോ പിന്നെ നമ്മളിപ്പം കൂടുതലും പോണത് നമ്മളിപ്പം തൊഴിലുറപ്പിന്റെ ഇതായിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഗ്രാമത്തിൽ ആർക്കും ജോലിയൊന്നും ഇല്ല. എല്ലാരും ഇപ്പം ദുരിതത്തിലാണ്. ജോലി ഇല്ലാതെ കിടന്ന് തൊഴിലുറപ്പ് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കറക്റ്റായിട്ട് വരുന്നില്ല. അങ്ങനെയൊക്കെ വന്ന് നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഇപ്പൊ കിടക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇത് നമുക്കൊരു ഇതായിട്ട് കിട്ടിയെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരെയും തീരുമാനം. അങ്ങനെയാണ് നമ്മൾ. ഈ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരണം വരണമെന്നില്ല നമ്മളീ മനസ്സിൽ കിട്ടണം എന്നാണ് നമ്മളെല്ലാവരുടെയും. നമ്മള് ദൈവത്തെ പ്രാർത്ഥിക്കും, ദൈവമേ ഒരു ഒറ്റ ഓട്ടെങ്കിലും കൂടുതൽ കിട്ടണേ എന്നുള്ള ഒരു മനസ്സെ ഇപ്പോഴും തൊട്ട് നമ്മളെ മനസ്സ് മാറി അങ്ങനെ പോയിരിക്കുകയില്ല. ഇപ്പോഴത്തെ തൊഴിലാളികളും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അല്ല അവര് പാർട്ടിക്കാരായിട്ടോ അങ്ങനെ അതിനെ നശിപ്പിച്ചു. പാവങ്ങൾക്ക് സെറ്റോട്ട് ഇവിടുന്ന് 10, 60, 70, 100 രൂപ വണ്ടിക്കൂലി ചിലവാക്കി പല പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇവിടുത്തെ തൊഴിലാളികൾ. അതുമില്ല. അങ്ങനെ വളരെ മറ്റുള്ള കമ്പനികളിൽ ഉള്ള ആൾക്കാർ ഇവിടെ വന്നാണ് ജോലി പഠിച്ചു പോയി. ഈ കമ്പനിയിൽ നിന്നാണ് ജോലി പഠിച്ചു പോയി മറ്റുള്ള കമ്പനികളിൽ ജോലിക്കായിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടം പോലുള്ള ആൾക്കാർ. ഇപ്പൊ ഈ കമ്പനി ഇങ്ങനെ ആയപ്പോ ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു 10% ജോലി ചെയ്യാൻ പോവാനും പാട്, അവർക്ക് ജോലി ഇല്ല. കൊണ്ട് ഈ തൊഴിലുറപ്പിന്റെ കൊണ്ടാണ് നമ്മളെയൊക്കെ ജീവിതങ്ങൾ അതേപോലെ നമുക്ക് പെൻഷൻ വരെ ഇപ്പൊ നമുക്ക് കിട്ടാതെ നമുക്ക് 6-7 മാസം വരെ കിട്ടാതിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ 10 രൂപയ്ക്ക് വേണ്ടി നമ്മളിവിടെ തെണ്ടിയിട്ടുണ്ട്. കൂലിവരൊക്കെ ഞങ്ങള് 4 തരണം 8 മാസം പെൻഷൻ 2-3 മക്കളൊക്കെ ഉള്ള മക്കളെ കൊച്ചുമക്കളും ഒക്കെ ഉള്ള അവരൊക്കെ നമുക്ക് തരുമോ? നല്ല ഓടമണൊക്കെ ഉള്ള കമ്പനിയായിരുന്നു. എന്തുമാത്രം ഷെഡുകളുണ്ടായിരുന്നു, അത്രയും പാഴിപ്പോയി. ഇടിഞ്ഞു കിടക്കണ കണ്ടറിയാം എന്തുമാത്രം ഇടിഞ്ഞു കിടക്കണം, അത്രയും പോയി. കഞ്ഞിപ്പര തൊട്ട് അവിടെ തൊട്ട് ഒരു ഷെട്ട് കഞ്ഞിപ്പര വരെ ഭയങ്കര ഒരു ഷെട്ടായിരുന്നു. ഇതിനെക്കാളും ഇതൊക്കെ ഫീലിംഗ് ആണ്. ഇതൊക്കെ ഓടമിൽ 2 ഇറക്കണ സ്ഥലമുണ്ട്. ഇത് നശിച്ചത് എപ്പോഴായിരുന്നു? പിന്നെ 10-20 പോകും. 20 വർഷത്തിലുള്ള ഇതിലേക്ക് പോയത് എങ്ങനെയാണ്?
നശിക്കാനുള്ള ഒരു കാരണമായി? നശിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള മൊത്തം അറിഞ്ഞൂടാ. തൊഴിലാളിയൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ യഥാർത്ഥ മുതലാളി എന്ന് പറഞ്ഞ ഇവരാണ്, ഈ വീട്ടുകാരാണ്. അവർക്ക് അറിയാവുന്നില്ല ഇതിന്റെ ഡീറ്റെയിൽ. നമുക്കൊന്നും ഇത്ര പോരാ. നടക്കണം എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാവൂ. കേസായിരുന്നു, അത് എങ്ങനെയാണോ അതിന്റെ വിധിയാണെന്നൊന്നും അറിയാൻ വയ്യ, ആരുടെ കയ്യിലാണെന്നും അറിയാൻ വയ്യ. 9 പേര് അംഗങ്ങളാണെന്നൊക്കെ പറഞ്ഞു നമ്മളും കേട്ടിട്ടുണ്ട്. നമ്മൾ വന്ന് താമസിക്കുന്നവരാണ്, നമുക്ക് അറിഞ്ഞൂടാ. 9 അംഗങ്ങൾക്കുള്ള വകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരാണ് ഇതിന്റെ മുൻഗണനയായിട്ട് നിന്നൊക്കെ നടത്തിയതും ഞങ്ങളെയൊക്കെ കൊണ്ട് ജോലി ചെയ്യിച്ചതും പിന്നെ വെളിയിലുള്ള സാറന്മാരൊക്കെ കൊടുത്ത് അവരും വന്ന് ജോലി ചെയ്തതൊക്കെ ഞങ്ങളെയൊക്കെ നിർത്തി ജോലി ചെയ്തതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. ഈ നാട്ടിൽ ജനിച്ചു വളർന്നവർക്ക് ആ സത്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് അറിഞ്ഞു. പക്ഷെ ഇവർക്കുള്ളതാണെന്നാണ് പൊതുവെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ക്യാബിയുള്ളത്. അത് നമുക്ക് അറിഞ്ഞു. ഇപ്പം ഇല്ല, ശരിയായി വന്ന് കിടക്കണതും ഇവിടുത്തെ ലീല ചേച്ചിയുടെ പേരിലാണ് ഇത് ആണ്ടായി കിടക്കണമെന്നും പറയുന്നത്. പക്ഷെ അവർ ഇതിനെ പറ്റി ഇറങ്ങണില്ല. എന്താണ് കാരണമെന്ന് നമുക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ അവർക്ക് കേസാണ്, അതാണ് കേസെന്നൊക്കെ പറഞ്ഞ് ഇവര് ഇതിലോട്ടങ്ങ് മാറിയത്. പിന്നെ ആയപ്പോഴത്തേക്കാണ് ഇത് മൊത്തത്തിൽ മഴ പെയ്ത് ഇത് ഇടിയാൻ തുടങ്ങിയത്. പിന്നെ ആരും ഇത് ഏറ്റെടുത്ത് നടത്താനായിട്ട് പിന്നെ ആരുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇത് പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് മഴ നല്ല ശക്തമായ മഴ പെയ്തപ്പോഴാണ് ഇത് മൊത്തം അങ്ങ് ഇടിഞ്ഞ് വീഴാൻ തുടങ്ങിയത്. 20 വർഷത്തോളമായി വലതും ഇടതും മാറി മാറി ഭരിച്ചിട്ടും ഈ ഫാക്ടറിക്ക് മുകളിൽ ഒരാളുടെ കണ്ണുപോലും പതിഞ്ഞിട്ടില്ല. അതിനർത്ഥം നമുക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇപ്പോഴാണ് വി മുരളീധരൻ ഇവിടെ സന്ദർശിക്കുകയും ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ചയാവുകയും ചെയ്തത്. ഇന്ന് ഈ ഗ്രാമത്തിലുള്ള നിരവധി പേരുടെ ആഗ്രഹം എന്നാൽ അദ്ദേഹം ജയിച്ചുവന്ന് ഇന്ന് അവർക്ക് വേണ്ടി സംസാരിക്കും എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനിയുള്ള മാറ്റങ്ങൾ. ക്യാമറമാൻ ഫ്രെഡിക്കൊപ്പം വിസ്മയ വെങ്കടേഷ്, ജന്മഭൂമി.